സാബി നമ്മളെടുത്ത് പോണ്. ഹലോ, ഇത് നമ്മുടെ അജ്മീർ യാത്രയിലെ ഫസ്റ്റത്തെ ദിവസമാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ആദ്യം തുടങ്ങും. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതേ നമ്മളെ വണ്ടി ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ ട്രെയിൻ കയറിയിട്ടാണ്. അപ്പോൾ ടൈം 9:40. നമ്മളെ വണ്ടി ഇപ്പോൾ വരും. സാബേ സീറ്റ് ഉണ്ടാവോ? കിട്ടുമോ? ഇരിക്കാനെങ്കിലും സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. നല്ല തിരക്കുണ്ട് ഗൈസ്, എവിടെയെങ്കിലും ഇരിക്കണം. സാബി ഹിന്ദി പറയണ്ടല്ലോ. ഹിന്ദിക്ക് അറിയാം നിനക്ക്? ഓ അച്ഛാ. അങ്ങനെ തൽക്കാലമായിട്ട് നമുക്ക് സീറ്റ് കിട്ടി. പക്ഷേ ടി വന്നിട്ടാണ് എന്നെ എ സിക്ക് കൺവേർട്ട് ചെയ്യാൻ. കിട്ടിയ ഭാഗ്യം. ആൾക്കാരൊക്കെ ഇതേ സീറ്റ് നോക്കി കിടക്കുന്നുണ്ട്. കിട്ടൂടാ? ഉറപ്പല്ലേ? കിട്ടിയില്ലെങ്കിൽ ശരിയാക്കി തരാം. ഞങ്ങളെ പുറത്താക്കി ഗൈസ്. അങ്ങനെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിൽക്കണം. പ്ലെയിനൊക്കെ പൊളിയോ? ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഗൈസ്. ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. കിട്ടുമായിരിക്കില്ലേ? അങ്ങനെ ഫൈനലി സീറ്റ് കിട്ടി. സെറ്റാണ്, സീറ്റ് കുഴപ്പമില്ല. സാദിക്ക് സീറ്റിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. കിട്ടായിരിക്കും, പറഞ്ഞ കിട്ടി. ഹായ്. അപ്പോൾ ഗൈസ്, പുള്ളിക്കാരി ഞങ്ങളെപ്പോലെ തന്നെ സീറ്റ് കിട്ടിയിട്ടില്ല. ഫൈനലി അവർക്ക് ഒരു സീറ്റ് കിട്ടി. ഇനി നമുക്ക് കിട്ടണം. നമുക്ക് ഒരു സീറ്റ് കിട്ടി 54. അതെവിടെയാടാ? ഇവിടെ അല്ല, നെക്സ്റ്റ് ഇവിടെ ആയിരുന്നോ? ഇല്ലല്ലോ, നെക്സ്റ്റ് ഇതല്ല. ഇനി കോഴിക്കോട് നിന്ന് ഒരാളിറങ്ങാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സീറ്റ് തരാനാണ് നമ്മളെ ടി ചേട്ടൻ പറഞ്ഞത്. സോ അത് കഴിഞ്ഞ സീറ്റ് ഉറപ്പാണ്. നേരെ വെളുത്ത് അപ്പം മഡ്ഗോ എത്തി. പൈപ്പിൽ വെള്ളമില്ല. വണ്ടി ഇങ്ങനെ മഡ്ഗോൺ എത്തി രാവിലെ. എണീറ്റു. സാബി നല്ല ഉറക്കം. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ മഡ്ഗൗണിന്ന് പോയിക്കൊണ്ടിരിക്കണം. ഈ നോമ്പായതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്കങ്ങനെ ചുമ്മാ സ്ഥലങ്ങളൊക്കെ കൊണ്ടിരുന്നാൽ മതി. എല്ലാവരും വടയും ചായ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇങ്ങനെ കൂടെ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ചിലവില്ല. ഇത് കറക്റ്റ് ബഡ്ജറ്റ് ആയിരിക്കും അല്ലേ? ട്രെയിനിലൊരു നല്ല ഫുഡ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫണ്ട് ചിലവാകില്ല അധികം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് മഡ്ഗട്ട്. കണ്ടോ, നല്ല പക്ക നമ്മളെ നാട്ടുമ്പുറം പരിപാടി. കൊള്ളാല്ലേ? കണ്ടിട്ട് കേരളം പോലെ തന്നെ ഉണ്ട്. നല്ലൊരു ഉറക്കം കഴിഞ്ഞു.
എല്ലാവരും ഉറക്കം കഴിഞ്ഞ് പുറത്താണ്. അടിപൊളി സ്ഥലം. ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓറഞ്ച് വാങ്ങിക്കാനാണ്. നല്ല ഭംഗിയുള്ള കേട്ടോ. മുന്തിരി, കുക്കുംബർ, ചിക്കു. വാങ്ങിച്ചോ. ഏതാ വാങ്ങിക്കണ? ഓറഞ്ച് വാങ്ങിച്ചോ. നോമ്പുറക്കം എടുക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നോമ്പ് തുറക്കാനുള്ള വെള്ളവും ഓറഞ്ചും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ബാക്കി വാങ്ങിക്കാം. സാബിക് സാർ ഇപ്പോഴും ഉറക്കത്തിന്റെ കൂടുതലുണ്ട്. എന്താ യാത്രയൊക്കെ? വീണ്ടും കയറട്ടെ, പോയി സീറ്റ് പിടിക്കട്ടെ. നമുക്ക് പുതിയൊരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ നെയിം? Sarah. Nice to meet you. Nice to meet you. What's your name? Afsal. Afsal. Sabi. Abi. Nice to meet you. ഇപ്പോൾ സമയം 4:45. സാബി എങ്ങനെ നോമ്പ് തുറക്കുന്നതാണ് ആലോചിച്ചിട്ടിരിക്കുന്നത്. ടെൻഷൻ. ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, കേക്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. പെണ്ണൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഒന്നും കഴിക്കാത്തത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകണ ഭായിമാരുണ്ട്. അരെ ഭായ്, ഹായ് ബോലോ. ടൈം പോണില്ലല്ലോ അല്ലേ? ടൈം ഇപ്പോൾ 5:30 ആയിട്ടുള്ളൂ. പല പല കച്ചവടക്കാരുണ്ട്. ബാഗ്, മാല, അങ്ങനെ പല മാലൊക്കെ പല പല കച്ചവടക്കാർ വരുന്നുണ്ട്. ഹെഡ്സെറ്റ് ഉണ്ടോ കയ്യില്? കുഴപ്പമില്ല, ചെറുതൊരെണ്ണം വാങ്ങിക്കാം. അത് ശരിയാ, ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കാം. അവൻ ഫുള്ള് ഡൽഹിയിൽ നിന്ന് സാധനം എടുക്കാന്ന് പറഞ്ഞാൽ നിൽക്കണേ. ഉണ്ടാവും അങ്ങനെ. കിട്ടി എടുത്തോ. നല്ല നല്ല വാച്ചസ് ഉണ്ട് കേട്ടോ. പവർ ബാങ്ക്, ചാർജർ എല്ലാം ഉണ്ട്. അപ്പം നീ ചെയ്യ अच्छा वाच है। 100 रुपये वाला वाच नहीं है, अच्छा है। वो कंपनी है तो अच्छा है, सही है। क्या फायदा है 200-300 100 रुपये पकड़ेगा 2 दिन में खराब है। ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ. ഇതൊക്കെ അവരുടെ കൃഷി സ്ഥലമാണ്. ഒരു അടിപൊളി പുഴ. വീർന്ന് കണ്ടൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. ഇവിടെ ഷോപ്പൊക്കെ ഉണ്ടാവും, നോമ്പർക്കുള്ള ഫുഡൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് നിന്നില്ല. ഷോപ്പും ഇല്ല, ഫുഡും ഇല്ല. അപ്പൊ അതിൽ തീരുമാനമായി. ഇവിടെ വണ്ടി എടുത്തു. സാവി കേറിക്കണോ? ഇത് മറ്റേ ഉടായിപ്പ്. ആ മില ആ കമാൺ. ആരുമില്ല.
തുജേ ദേഖാ തോ യേ ജാനാ സനം. ആരില്ല ഗൈസ്, അല്ലെങ്കിലും നമുക്കൊന്നും പെണ്ണില്ല. സാബിക്കുണ്ട്, എന്താ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ആകെ നോമ്പ് തുറക്കാനുള്ളത്. അൽഹംദുലില്ലാ, തന്നെ വലിയ കാര്യം. സെറ്റല്ലേ? എത്ര സമയമുണ്ട്? 5 മിനിറ്റ് വരുന്നുണ്ട്. 5 മിനിറ്റ്, ഒരു 7 മിനിറ്റ് വരെ ഉണ്ടാവും. അപ്പോൾ നോമ്പ് തുറക്കട്ടെ. ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം അല്ലേ? അസ്സലാമു അലൈക്കും.